അപ്പോൾ ഇത് നമ്മുടെ ഉത്രാട ദിവസം എടുത്ത വീഡിയോ ആണ്. ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഒരുമിച്ച് ഇട്ടേക്കുന്ന വ്ളോഗാണിത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെ കുറച്ച് സന്ധ്യ ആയപ്പം മോള് കിടന്ന് ഭയങ്കര നിർബന്ധം. കാരണം പടക്കം മേടിച്ചു, പടക്കമല്ല ഈ പൂത്തിരിയും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു, പടക്കം മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അവൾ മേടിച്ച അന്നേരം മുതൽ നമ്മൾ കത്തിക്കുന്നു പറഞ്ഞ് നിൽക്കുക. പുള്ളിക്കാരിക്ക് പേടിയാണ്, പുള്ളിക്കാരി അതിൻ്റെ അടുത്തോട്ടൊന്നും വരത്തില്ല. പക്ഷെ അത് കത്തിക്കുന്ന കാണുന്ന എടുക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. കമ്പിത്തിരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ പിടിക്കൂല നമ്മുടെ കയ്യിൽ. അവൾക്ക് ഇങ്ങനെ തീ പൊട്ടി വരുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് പേടിയാണ്. നമ്മൾ പക്ഷേ കത്തിക്കുന്ന കാണാൻ അവർക്കൊരു രസമാണ്. അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ചേട്ടൻ അവിടെ ഇരുന്ന് കത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറിക്കും. ഞങ്ങൾക്കും പേടിയാട്ടോ, കാരണം ഇത് ഇങ്ങനെ പൊട്ടത്തില്ലെങ്കിലും ഉള്ളിൽ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ പോയാൽ കത്തിച്ചേ, കാരണം അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഇതൊന്നും കത്തിച്ച് നമുക്ക് നമ്മളെ വീടല്ലല്ലോ. അപ്പം കമ്പിത്തിരി നമ്മൾ മേളിൽ പോയാൽ കത്തിച്ചത് അത് വലിയ പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇതൊക്കെ നമ്മൾ താഴെ കൊണ്ടുവന്നാൽ കത്തിച്ച് ഇവിടെ ക്രിസ്മസിനും പിന്നെ ന്യൂ ഇയറിനും ഒക്കെ ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഇത് താഴെ കൊണ്ടുവച്ച് ഇതുപോലെ ഇങ്ങനെ കത്തിക്കാറുണ്ട്. കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീക്കമ്പായാലും പൊട്ടിച്ച സാധനങ്ങളായാലും എല്ലാ വേസ്റ്റും പറക്കി കൊണ്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് അമ്മയും മോളും അവർ രണ്ടുപേരും കൈകൊട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ആൾ നല്ല ആക്റ്റീവുമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇങ്ങനെയല്ല, എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ്. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ മേടിക്കുന്നത്. കൂടുതലും അമ്മയും ചേട്ടനും തന്നെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കത്തിച്ച് അവിടുത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ മേളിൽ വന്ന് കമ്പിത്തിരി കത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പം റോഡിലൊക്കെ നല്ല രീതിയിൽ ഇത് മത്താപ്പവും കാര്യങ്ങളും മാത്രമല്ല പടക്കവും കാര്യങ്ങളും ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നല്ല ശബ്ദത്തിൽ നമുക്ക് കാണാനും പറ്റും, കേൾക്കാനും പറ്റും. അതേ രീതിയിൽ റോഡിൽ, കാരണം റോഡ് സൈഡാണ്ട് റോഡിൽ തിരക്കെല്ലാം ഒഴിയുന്ന സമയത്ത് പിള്ളേർ വന്ന് റോഡിൽ കത്തിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ റോഡിലോട്ടൊന്നും പോയില്ല, നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ നിന്നാണ് കത്തിച്ച് എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഇത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി രാത്രിയായിട്ട് കത്തിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പം അവൾ സമ്മതിക്കുന്നില്ല. പിന്നെ അവൾ ഉറങ്ങിപ്പോകുമോ എന്നുള്ളൊരു വിഷമവും കൂടെ, ഉറങ്ങിപ്പോയാൽ തീർന്നില്ലേ. അപ്പോൾ പിന്നെ അവൾ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങ് കത്തിച്ചേക്കാമെന്ന് കരുതി. അധികം ഇരുട്ടായിട്ടില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കത്തിച്ചൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നീട് പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞും എടുത്തുമൊക്കെ വെക്കണമായിരുന്നു. പിന്നെ മാല കെട്ടണമായിരുന്നു. പിന്നെ നമ്മളെ വീടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഉണ്ട്. വൈകിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തെന്നാലും ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് തൂത്തുവാരി പിന്നീട് നമ്മൾ പിറ്റേന്ന് കത്തിക്കേണ്ട വിളക്കൊക്കെ കത്തിക്കണമല്ലോ, അതൊക്കെ ഒരുക്കി വെക്കുക. അങ്ങനത്തെ ഉള്ള കുഞ്ഞു പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കത്തിച്ച് തീർന്നതിന് ശേഷമാണ് പിന്നെ അതിലോട്ടൊക്കെ പോയത്. അപ്പം എല്ലാവരും കൂടെ ദാണ്ടെ എല്ലാം കത്തിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉത്രാട പാച്ചിലും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ ഉത്രാടത്തിന് ഇതുപോലെ അങ്ങനെ ഒരു വർഷവും പാഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾ പാഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ല, മറന്നുപോയി ഫോൺ എടുക്കാനൊക്കെ. അങ്ങനെ ദാണ്ടെ തുളസി വീട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്നായിരുന്നു. അത് അമ്മ ഇരുന്ന് കെട്ടി, അമ്മ മാലയാക്കി. അപ്പോഴത്തേക്കും ഞങ്ങൾ തലയിൽ വെക്കാനുള്ള മുല്ലപ്പൂവും കെട്ടി. പിന്നെ മുല്ലപ്പൂ കുറവായിരുന്നു, 260 രൂപ ആയിരുന്നു ഇത്രയും പൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുളസിയും കൂടെ എടുത്തു വെച്ചിട്ടാണ് അന്ന് തലയിൽ വെക്കാനുള്ള എല്ലാം കെട്ടി വെച്ച്. ഇത് പിന്നെ നമ്മളെ തിരുവോണ ദിവസം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം എടുത്ത വ്ളോഗാണ്. തിരുവോണ ദിവസത്തെ ആയിരുന്നു. ഉത്രാടം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ അമ്മ അടുക്കളയിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഓട്ടിക്കുമായിരുന്നു. ഇതെല്ലാം അമ്മ എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കി വെച്ചേക്കുഞ്ഞ് ഇലയിലോട്ട് വിളമ്പിയാൽ മതി. പായസവും കാര്യങ്ങളും അതിന് വേണ്ടുന്ന കരണ്ടിയും എല്ലാം എടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അടുക്കള വന്ന് വൃത്തിയാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. കാരണം ഇനി നമ്മൾ ഇലയിൽ ഉണ്ണുന്നത് കൊണ്ട് പാത്രങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കരണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ കഴുകാൻ വരുന്നത്, വേറൊന്നും വരത്തില്ല. നമ്മൾ കാപ്പിയൊക്കെ രാവിലെ അന്ന് ഇഡലിയും സാമ്പാറുമായിരുന്നു, തിരുവോണത്തിന് ഇഡലിയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ദാണ്ടെ ശർക്കര വരട്ടിയും ചിപ്സും പിന്നീട് വിളമ്പേണ്ട കരണ്ടികളെല്ലാം എടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി അധികം വരുമല്ലോ, അപ്പോൾ പിന്നെ നനവില്ലാത്ത കരണ്ടി തന്നെ എടുക്കണം. അച്ചാർ, കിച്ചടി, ഓലൻ, തോരൻ, പച്ചടി, പിന്നെ അവിയൽ, പരിപ്പ്, മോര്, പിന്നെ രാവിലെ വെച്ച സാമ്പാർ, ചോറ്, പിന്നെ നമ്മൾ പായസം ഇപ്രാവശ്യം വെച്ചത് ബ്രഹ്മസല്ലിയല്ല അടയായിരുന്നു. അപ്പം പിന്നെ അടപ്പായസം, പഴം, പപ്പടം, വെള്ളം, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്.
എന്തോ അവില് പരിപ്പ് ചോറ് മോര് പാത്രം കരണ്ടി അച്ചാറ് എല്ലാ അച്ചാറാ വെരി ഗുഡ് ബൈ ബൈ പറ അങ്ങനെ അവളുടെ ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ വിളക്ക് അമ്മയും മോളും കൂടെ വിളക്ക് കത്തിച്ച് പിന്നീട് നമ്മളെ കൂടില്ലാത്തവരെല്ലാവരെയും മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലോ നമ്മളെ നല്ല ഈ ഒരു ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ വിളമ്പിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുപോലെ വിഷുവിന് പറ്റുവാണെങ്കിൽ വിഷുവിന് ഇങ്ങനെ വെക്കാറുണ്ട്, പിന്നെ നമ്മൾ ഓണത്തിന്, പിന്നെ നമ്മളെ വാവിന്, ഈ മൂന്നിനുമാണ് ഞങ്ങൾ ഇതുപോലെ ഒരുക്കുന്നത്. അപ്പം എല്ലാവരെയും മനസ്സിലൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഓരോന്നും വിളമ്പാണ്. നമ്മൾ അന്ന് ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതെല്ലാവർക്കും തൊടാതെ വിളമ്പും. തൊടാതെന്ന് വെച്ചാൽ വിട്ട് കളയാതെ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ കാത്തിരിക്കും. അവിടെ അടുത്ത് തന്നെ നമ്മൾ കാണും. പിന്നീടാണ് നമ്മൾ ഇലയിട്ട് ഉണ്ണാൻ തുടങ്ങുന്നത്. അപ്പം മോക്കിങ്ങനെ വിളമ്പാൻ ഭയങ്കര ഇതായിരുന്നു, വെപ്രാളമായിരുന്നു. അവൾക്ക് ഈ പായസം വിളമ്പുക, പപ്പടം വെക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി വിളമ്പിയാലും ഒത്തിരി എടുത്തിട്ട് വിളമ്പുകയും ചെയ്യും. അപ്പോൾ അതാണ്ട് ചേച്ചി പായസം വെക്കുന്നുണ്ട്. അപ്പം അത് അവൾക്കും വെക്കണമെന്നും പറഞ്ഞിട്ട് വാശിയായിട്ട്, പിന്നെ കാരണം നമ്മൾ കുറച്ചല്ലേ ഇലയിൽ വിളമ്പത്തുള്ളൂ, വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വിളമ്പി വെക്കുന്നത്. അങ്ങനെ അവൾക്കും വിളമ്പണമെന്ന് വാശിയായപ്പം പിന്നെ നമ്മൾ അത് അവളെ കൊണ്ടും പായസമൊക്കെ വിളമ്പിച്ച് എല്ലാം നീറ്റാക്കി വെച്ച്. അപ്പം നമുക്കുണ്ടായിരുന്നത് സദ്യക്കുണ്ടായിരുന്നത് ഇത്രയും കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം വെച്ചത് അമ്മയാണ്, കാരണം ഞങ്ങളെ കയറ്റിയിട്ടേ ഇല്ലായിരുന്നു. ചേച്ചി പപ്പടം വറുത്ത് അത്രയേ ഉള്ളായിരുന്നു, ബാക്കി മൊത്തം വെച്ചത് അമ്മയായിരുന്നു. പിന്നീട് താണ്ട് നമുക്ക് ഇലയിട്ടിട്ട് അമ്മയും ചേട്ടനും കൂടെ വിളമ്പാൻ തുടങ്ങിയത്. പക്ഷേ അമ്മ 2 കറി വിളമ്പിയത്തേക്ക് പാവൻ രാവിലെ എണീറ്റിട്ട് ഇത്രയുടെ മുതൽ ചെയ്യുന്നില്ല, വെയ്യാണ്ടായി. അപ്പോൾ പിന്നീട് ചേച്ചിയും ചേട്ടനും കൂടെ ബാക്കിയെല്ലാം വിളമ്പിയത്, എല്ലാവർക്കും വിളമ്പിയത് ഞാനും അമ്മയും മോളും ഇരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വിളമ്പി തന്നു. അങ്ങനെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. പച്ചടി വന്ന്, കിച്ചടി വന്ന്, 3 കൂട്ടം അച്ചാർ വന്ന്, പിന്നെ തോരൻ വന്ന്, അവിയൽ വന്ന്, കാളം വന്ന്, പിന്നെ ലാസ്റ്റ് ഏതാണ്ട് ചോറ് വന്ന്. അങ്ങനെ എനിക്ക് ചോറിട്ട്, മോൾക്ക് അവൾ പപ്പടം വെക്കണമെന്ന് പറഞ്ഞ് കറങ്ങി നടക്കുക, ഭയങ്കര വെപ്രാളമായിരുന്നു. അപ്പം അവൾ ചോറിൻ്റെ അടുത്ത് നീണിയിട്ട് പോയി. അപ്പോൾ അവളെ ഇല പിടിച്ച് ഞാൻ ചോറിടുന്നത് വാങ്ങിയത്. അങ്ങനെ തന്നെ പരിപ്പും പപ്പടവും വന്ന് ഇനി കഴിക്കുക. പിന്നെ പായസത്തിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഇലയിൽ ഒഴിക്കുന്ന ഒന്നും എടുത്തില്ല, കാരണം കൈ അഴുക്കാൻ നമ്മൾ ചോറുണ്ടോണ്ടിരിക്കുമായിരുന്നല്ലോ. പിന്നീട് ആ ഒരു ഓളത്തിൽ അതെടുക്കാനും മറന്നുപോയി. നമ്മൾ ഈ ഇങ്ങനെ ഇലയിൽ തന്നെയാണ് പായസവും കുടിക്കുന്നത്, സെപ്പറേറ്റ് അല്ല, ഈ ഇലയിൽ തന്നെയാണ് മധുരവും കഴിച്ചാണ് എണീക്കുന്നത്. പിന്നെ അതാണ്ട് പഴം വെച്ച്. അപ്പോൾ നമ്മളെ തിരുവോണ വിശേഷങ്ങളൊക്കെ ഇത്രയായിരുന്നു. അപ്പോൾ ഹാപ്പി ഓണം. നമുക്ക് ഓണസദ്യ കഴിച്ചാലോ? ഇതാ 12 കറി കൂട്ടം കറിയുമായി ഞങ്ങൾ ഇതാ പൊളിക്കാൻ പോകുന്നു.